മലയാളത്തിലെ മികച്ച പ്രൊഡക്ഷൻ ഹൗസുകൾ ഒന്നാണ് ആശുപത് സിനിമാസ്. മോഹൻലാലിന്റെ സന്തന സഹചാരിയായ ആന്റണി പെരുമ്പാർ ആരംഭിച്ച പ്രൊഡക്ഷൻ ഹൗസ് നിരവധി ഹിറ്റുകളാണ് മലയാളത്തിന് സമ്മാനിച്ചത്. മോഹൻലാൽ എന്ന താരത്തെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് കൃത്യമായി അറിയാവുന്ന നിർമ്മാതാവാണ് ആന്റണി പെരുമ്പാവൂർ. ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച ദൃശ്യം 3 ബോക്സ് ഓഫീസിൽ ഗംഭീര കുതിപ്പാണ് നടത്തുന്നത്. റിലീസ് ചെയ്ത് 2.5 ദിവസം കൊണ്ട് 100 കോടി ക്ലബിൽ ചിത്രം ഇടം പിടിച്ചു. ആശുപാന്റെ മൂന്നാമത്തെ 100 കോടി, മോഹൻലാലിന്റെ അഞ്ചാമത്തെ 100 കോടി ചിത്രമാകും ദൃശ്യം 3 മാറിയിരിക്കുകയാണ്. അടുത്ത ഇൻഡസ്ട്രി ഹിറ്റായി ചിത്രം മാറുമെന്നാണ് കണക്കുകൂട്ടൽ. ഇത്രയും മികച്ച പ്രൊഡക്ഷൻ ഹൗസിന് ചില സിനിമകൾ കൈപ്പൊള്ളിയിട്ടുമുണ്ട്. മോളിവുഡിലെ ഏറ്റവും ചെലവേറിയ ചിത്രങ്ങളായ ഒടിയൻ, ബാറോസ് എന്നിവയാണ് അതിൽ ചിലത്. മോഹൻലാൽ ആദ്യമായി സംവിധായക കുപ്പായമണിഞ്ഞ ബാറോസ് നിർമ്മിച്ചത് ആശീർവാദ് സിനിമാസ് ആയിരുന്നു. 150 കോടി ബജറ്റിലാണ് ചിത്രം ഒരുങ്ങിയത്. മോളിവുഡിലെ ഏറ്റവും ചിലവേറിയ ചിത്രമെന്ന ഒരുക്കിയ ബാറോസ് വലിയ ചർച്ചയാണ് നേരിട്ടത്. ബോക്സ് ഓഫീസിൽ വെറും 15 കോടി മാത്രമാണ് ചിത്രത്തിന് നേടാനായത്. ബോക്സ് ഓഫീസ് പരാജയത്തിന് പുറമെ വലിയ ട്രോൾ മെറ്റീരിയലായും ബാറോസ് മാറുകയും ചെയ്തു. ആശുപാത് സിനിമാസിന് 100 കോടിയിലേറെ നഷ്ടമാണ് ഈ ചിത്രം നൽകിയത്. പിന്നാലെ ആശുപാത് ഒരുക്കി എമ്പുരാൻ 200 കോടി ബജറ്റിലേറെ കളക്ഷൻ നേടിയെങ്കിലും ബജറ്റിന്റെ ആധിക്യം കാരണം നിർമ്മാതാവിന് വലിയ ലാഭം ലഭിക്കാതെ പോയി. ഇതിനു പിന്നാലെ ആന്റണി പെരുമ്പാവൂർ തന്റെ കയ്യിലെ ബ്രഹ്മാസ്ത്രം പുറത്തെടുത്തത്. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ ബ്രാൻഡായ ദൃശ്യത്തിന് മൂന്നാം ഭാഗം ആന്റണി അനൗൺസ്മെന്റ് ചെയ്തു. ജിത്തു ജോസഫ് എന്ന സംവിധായകൻ ഒരുക്കിയ തിരക്കഥ ഒരുപാട് ലോജിക്കില്ലായ്മ മുഴച്ചു നിൽക്കുന്നുണ്ടെങ്കിലും മോഹൻലാൽ എന്ന താരത്തിന്റെ പ്രകടനം കൊണ്ട് ദൃശ്യം മികച്ച സിനിമ അനുഭവമായി മാറി. റിലീസിന് മുമ്പ് തന്നെ വലിയ ലാഭമായി സ്വന്തമാക്കിയത്. ദൃശ്യം 3യുടെ പ്രീ റിലീസ് ബിസിനസ്സിലൂടെ 160 കോടിയോളം ആന്റണി പെരുമ്പാവൂർ തന്റെ ടേബിളിൽ എത്തിച്ചു. ബോളിവുഡ് പ്രൊഡക്ഷൻ ഹൗസായ പനോരമ സ്റ്റുഡിയോസ് വൻ തുകയ്ക്ക് ദൃശ്യം 3യുടെ റൈറ്റ്സ് വാങ്ങിയത്.